പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ് സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവർ. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവരും യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം ആണിപ്പെടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല ചില കർത്താവെ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ രമ്യ വർഗീസിനെ കുറിച്ച് പറഞ്ഞു. രമ്യ വർഗീസിന്റെ സാക്ഷ്യത്തിലെ ചില ജീവിത നിരീക്ഷണങ്ങളുണ്ട്. ഇപ്പം ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ അവരാണ് ഇങ്ങനെ ഈ ഉടമ്പടി ഇസ് എ വേ ഓഫ് ലൈഫ്, കവനന്റ് ഇസ് എ വേ ഓഫ് ലൈഫ് എന്നൊക്കെ പറയണത്. അല്ല, ജോസഫച്ചൻ പറഞ്ഞു കൊടുത്തതല്ല അവരോട്. അവർ ജീവിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു ജീവിത വഴിയാണ്, ജീവിത രീതിയാണ്. രമ്യ വർഗീസ് അങ്ങനെയല്ല പറയണത്. രമ്യ വർഗീസ് പറഞ്ഞത് ഉടമ്പടി നമ്മൾ തളർന്ന് വരുമ്പോൾ ചാരിക്കിടക്കാനുള്ള ഒരു ഇടമാണ് ഉടമ്പടിയെന്ന്. അതായത് സഹനങ്ങളിൽ തളരുമ്പോൾ ചാരിക്കിടക്കാനുള്ളൊരു ഇടമാണ്, ഒരാശ്വാസ ഇടമാണ് ഉടമ്പടി.
എന്താ അവരങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം ഓരോ വളർച്ചയ്ക്കും ആ വളർച്ചയ്ക്ക് മുമ്പ് നമ്മൾക്കിന്ന് പ്രെയർ ഡ്രോ ചെയ്യാൻ വേണ്ടി, പുണ്യങ്ങൾ പുരോഗമിക്കാൻ വേണ്ടി ദൈവം ചില പ്രോബ്ലംസ് നമുക്ക് തരും, പസിൽസ് തരും. അപ്പോൾ നമ്മളത് ചെയ്യണം. ഇപ്പോൾ രമ്യ വർഗീസിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ രമ്യ വർഗീസ് ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഭർത്താവിന് ഈശോട് പറയുമേ, 3 കുഞ്ഞുങ്ങളുണ്ടല്ലേ, വളർത്തണമല്ല, എന്തെങ്കിലും മാർഗമുണ്ടോ? അത് ഇവർക്കൊക്കെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഇവർക്ക് കർത്താവുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാവില്ല, ദൈവത്തിൻ്റെ ബന്ധത്തിൽ ഇപ്പോൾ ഈ ഉടമ്പടിത്തെ നാളെ നമ്മളെ സാക്ഷികളെ കേട്ടവർക്ക് മനസ്സിലായത്, ഒത്തിരി മനുഷ്യർ അവളുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് അമ്മയുടെ കൂടെ ജീവിക്കുന്നത്. അമ്മയുടെ കൂടെ അവർ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നു. അവിടെ അമ്മ വേണമെന്നില്ല, അമ്മയുടെ ചിത്രം പോലും വേണമെന്നില്ല, പക്ഷെ അമ്മ കേൾക്കുന്നുണ്ടെന്നവർക്ക് അവരുടെ മനസ്സ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, നീ പറ, അമ്മ കേൾക്കുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ ഒരു വലിയ ബന്ധം ഈ ആൾക്കാരുമായിട്ടുണ്ട്. അപ്പോൾ രമ്യ പറഞ്ഞ് കുഞ്ഞുങ്ങളും 3 ഉണ്ടല്ല, എന്നെ വളർത്തണ്ടേ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്നിട്ട് ഇവൾ പറഞ്ഞത്, എൻ്റെ 2 PSC റാങ്കിലെ ലിസ്റ്റും ക്യാൻസലായിപ്പോയി, കിട്ടിയില്ല ജോലി എന്ന് പറഞ്ഞു. ഉടനെ അത് പറഞ്ഞതേ ഉള്ളൂ. പിറ്റേ ആഴ്ച വേറെ 2 ലിസ്റ്റ് കൊടുത്തു. ലിസ്റ്റ് കൊടുത്തപ്പോൾ അതിലെന്ന് പറയണതിന് ഇവളൊക്കെ പിക്കപ്പ് ചെയ്ത് അവൾ നല്ല ശമ്പളത്തിൽ ജോലിക്ക് കയറി. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്ന സാധനങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ ഈസിയായിട്ട് ഇളക്കിയാണ്. അപ്പോൾ വേറെ രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, പിന്നെ പറഞ്ഞ് ഈ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണല്ലോ സംഗതി കുഴപ്പത്തിലാണെന്ന് മനസ്സിലായത്. എന്ന് വെച്ചാൽ ഇപ്പം മാതാപിതാക്കന്മാർ വളരെ പ്രായമാണ്. പിന്നെ പിള്ളേർ 3 കിളന്തകളാണ്. അതിലൊന്ന് പിള്ളേർ സ്കൂളിലും പിന്നെ താഴത്തെ കുഞ്ഞു ക്ലാസ്സിലും പോണ പിള്ളേരാണ്. ഈ കക്ഷികൾ വീട്ടിൽ എന്തൊരു പരവേശമാണ് അമ്മമാർക്ക്. ഈ കക്ഷികൾ വീട്ടിൽ വരണമുമ്പ് അമ്മമാർ വരണം. പക്ഷേ അമ്മയുടെ ജോലി എന്ന് പറഞ്ഞാൽ 90 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ കയറിയ പാട്ടിൽ അതൊന്നും ട്രാൻസ്ഫർ ചെയ്യുന്ന 5 കൊല്ലത്തിനുള്ളിൽ പാടാണ്. അപ്പോൾ പ്രശ്നം അതൊന്നുമല്ല. ഈശോട് പറഞ്ഞു, ഈശോ ഞാൻ വന്നു കയറുമ്പോൾ സന്ധ്യയാകും, പക്ഷേ അപ്പനും അമ്മയൊക്കെ ഇവിടെ സേഫ് ആകണ്ടേ. ഇത് നിലമ്പൂരാണ്, വനത്തിൻ്റെ അരികിലാണ്. വെള്ളപ്പൊക്കവും മഴയും പിന്നെ വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്നെ ഒന്ന് ഇവിടുന്ന് മാറ്റുക, ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞപ്പോൾ അനിയത്തി വിളിച്ച്, ചേച്ചിക്കൊരു വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ, ചേച്ചി വന്ന് നോക്കുമെന്ന് പറയും. അപ്പോൾ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ നമുക്കറിയത്തില്ല. അവിടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇവരിതിന് വേണ്ടി ചെയ്യുന്ന പെട്ടെന്നാണ് സംഭവം. പിന്നെ ടൗണിൽ പെട്ടെന്ന് വീട് കണ്ടപ്പോൾ തന്നെ രമ്യക്ക് ഇഷ്ടപ്പെട്ടു. കർത്താവ് സെലക്ട് ചെയ്യുന്ന വീട്. അപ്പോൾ കൊണ്ട് ഉപ്പ് ഇട്ടേച്ചും ഉടമ്പടി ഉപ്പ് ഇട്ടേച്ചും പറഞ്ഞ്, എൻ്റെ അവകാശമല്ല, എൻ്റെ അവകാശം എഴുതി നിനക്ക് തരണമെന്ന് പറഞ്ഞു. ആർക്ക്? ഈശോയ്ക്ക്. വീട് നിൻ്റെ ഉടമസ്ഥയിലാണ്. അവരിങ്ങനെ അവരിങ്ങനെ ജീവിക്കണം. അങ്ങനെ ജീവിക്കണം കുറേ മനുഷ്യരുണ്ട് കർത്താവുമായിട്ട്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിഷയം നല്ലൊരു പെർഫെക്റ്റ് റിലേഷനിലേക്ക് ദൈവമായിട്ട് വരുന്നു എന്നുള്ളതാണ്. കാര്യം ഉടമ്പടിയിൽ ഉള്ള കാര്യങ്ങൾ തന്നെ വൃത്തിമേനായിട്ട് ചെയ്താൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല റിലേഷനിലേക്ക് വരും ദൈവമായിട്ട്. കമ്മ്യൂണിക്കബിൾ ജോസഫച്ചൻ ഞാൻ വിളിക്കണത് കമ്മ്യൂണിക്കബിൾ റിലേഷൻ എന്നാണ്. റിലേഷനൊക്കെ ഒത്തിരി ഉണ്ട്. ആൾക്കാർക്ക് പാസീവ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്. കമ്മ്യൂണിക്കബിൾ റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ച ദൈവം സംസാരിക്കുക ഇങ്ങോട്ട്. പുറപ്പാട് 33:11 അതിമനോഹരമായ വചനമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അത് വായിച്ചത്, സ്നേഹിതനോടെന്ന പോലെ കർത്താവ്. കേട്ടോ, സ്നേഹിതനോടെന്ന പോലെ കർത്താവ്. ഇത് ഏത് കർത്താവാണെന്ന് അറിയാമോ? ഈശോ കർത്താവല്ലേ. ഇത് പിതാവായ ദൈവമാണ്. പിതാവ് ദൈവം വെച്ചാൽ മോസ്റ്റ് റിസർവ്ഡാണ്. പക്ഷെ മോസസിനോട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മോസസിനോട് എന്ത് ചെയ്യുന്ന പറഞ്ഞ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അപ്പായിക്ക് ഇന്നും റിസർവേഷൻ ഒന്നുമില്ല. നമ്മളപ്പ നിത്യതയുമായിട്ട് മാത്രം നമ്മൾ നിത്യതയെ കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മളുടെ ഒരു പൂർണ്ണമായ എല്ലാ മൂവ്മെൻറ്റ്സും നിത്യതയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കണത്, മറ്റുള്ളവരെ ജീവിപ്പിക്കണമെന്ന് അപ്പായ്ക്ക് തോന്നിയാൽ അപ്പോൾ മോസസിൻ്റെ കാലത്ത് പോലെ നമ്മളോട് കമ്മ്യൂണിക്കബിൾ ആകും.
പക്ഷേ വിഷയം നിത്യതയായിരിക്കണം. കാര്യം നമ്മൾ നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ അപ്പയെ സംബന്ധിച്ചിടത്തോളം അപ്പ അത് കൗണ്ട് ചെയ്യണത് നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ഈശോയെ മഹത്വപ്പെടുത്തുമ്പോൾ അപ്പയുടെ പദ്ധതിയാണല്ലോ ഈശോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മഹത്വം അപ്പയ്ക്ക് കിട്ടണം. അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ വരുമ്പോൾ അപ്പ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാൻ തയ്യാറാവും. അപ്പം അത് ആ ഉടമ്പടിയിലുണ്ടാകുന്ന ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ പ്രസൻസാണ്. കമ്മ്യൂണിക്കേറ്റീവ് പ്രസൻസ്. ഇപ്പം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ല, അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് പ്രസൻസ് ഉണ്ട്. ഇപ്പോഴും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ എന്ത് പറയുന്ന അളവിലും തൂക്കത്തിലും സഡൻ ആക്ഷൻ ഉണ്ട്. അത് കമ്മ്യൂണിക്കേറ്റീവ് പ്രസൻസ് എന്ന് പറയണത്. അപ്പം രമ്യ വർഗീസ് അതിൻ്റെ ഒരു ആ അനുഭവതലത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് എല്ലാത്തിനും ഉടമ്പടിക്കെല്ലാം ആ സാധ്യതയുണ്ട്. അതാണ് ഞാൻ സാധ്യത പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരു കടവും വരുത്താതെ എനിക്ക് പോകാൻ എനിക്ക് ഈശോയും മാതാവും ചേർന്ന് എനിക്കൊരു അവസരം തന്നു. അമ്മ, ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം പിന്നീട് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷേ ഓരോന്നോരോന്ന് അമ്മ ഒരുക്കി തന്നു. അതുപോലെ ഈ മൂന്നാമത്തെ ഉടമ്പടി അവസാനിച്ചത് ഈ നവംബർ 10-നാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക, ഒരു ഗംഭീരമായി സാക്ഷ്യം പറയാനുള്ള ഇതൊന്നും ആയില്ലല്ലോ മാതാവിന്ന്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചതുമല്ല. പപ്പയ്ക്ക് കുറച്ച് എതിർപ്പുകൾ എന്ന് വെച്ചാൽ ഓവറൊന്നും ആവരുത് എന്നൊരു അഭിപ്രായക്കാരനാണ്. അപ്പം പപ്പയ്ക്ക് ഒരടയാളമായിട്ടായിരിക്കും പപ്പയ്ക്ക് അറ്റാക്ക് വന്നു നവംബർ 15-ന്. ഗ്യാസിൻ്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ വെറുതെ ഒന്ന് കാണിച്ചു നോക്കിയപ്പം അറ്റാക്കായിരുന്നു. ഒരു 2 മിനിറ്റ് വൈകുമായിരുന്നെങ്കിൽ പപ്പ ഇന്ന് മരണപ്പെട്ടേനെ. അപ്പോൾ പപ്പയുടെ 2 ബ്രദേഴ്സിന് ഇങ്ങനത്തെ ഹിസ്റ്ററി ഉണ്ട്, കഴിഞ്ഞ വർഷം മരണപ്പെട്ടതാണ്. അപ്പം അന്ന് ഞാൻ ഇത്രയും വലിയ ഒരു സഹനം ചോദിച്ചില്ലായിരുന്നു. എനിക്ക് ഇതൊരു പപ്പയ്ക്കൊരു അടയാളം തന്നെ ആയിരിക്കണേ എന്നൊന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ഒരു ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഈശോയുടെ പള്ളിയിലേക്ക് ഓടി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പപ്പയ്ക്ക് 90% ബ്ലോക്കായിരുന്നു. ഒരു 2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ പപ്പേനെ കിട്ടത്തില്ലായിരുന്നു. അത് അമ്മയും ഈശോയും പപ്പയ്ക്ക് കൊടുത്തൊരു അടയാളമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, പപ്പയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞാൻ ഈ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തപ്പം പപ്പയ്ക്ക് ഒരു ധൈര്യം കൊടുക്കണമെന്നാണ് ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചത്. ഇനി പേടിച്ചിട്ട് വല്ലതാവോ എന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പേടി. അതിനൊതുങ്ങുന്ന പൈസയും എല്ലാം അപ്പം മാതാവ് ഈശോയും റെഡിയാക്കി തന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ അതിനും മാതാവിനും ഈശോയ്ക്കും ഒരുപാട്, എൻ്റെ പപ്പായെ എനിക്ക് തിരിച്ചു തന്നതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഈ 1-ാം തീയതിയാണ് ഞാൻ ഖത്തറിന് പോകുന്നത്. അതുപോലെ മെഡിക്കലും എല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു കൊച്ചിന് 1 മാസം എടുത്തിട്ടാണ് മെഡിക്കൽ ക്ലിയർ ആയത്. അപ്പം ഞാൻ ശനിയാഴ്ച ദിവസം നോക്കിയെടുത്ത് എല്ലാം മാതാവിൻ്റെ ദിവസങ്ങളിലാണ് നടന്നത്. അതിന് എല്ലാത്തിനും നന്ദി പറയുന്നു.
പിന്നീട് എനിക്കൊരു 2 വിസ്ഡം ടൂത്ത് വരുന്നുണ്ട്. അപ്പം ഒരു സൈഡിൽ റിമൂവ് ചെയ്തു, ഒരു സൈഡിൽ റിമൂവ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഒരു 1 വീക്ക് റെസ്റ്റ് വേണം. അപ്പം ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടില്ല. അപ്പോൾ ഒരു 3-3.5 വർഷമായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂസ് പെയിനും നീരും, എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്ന് എൻ്റെ ലാസ്റ്റ് വേദന വന്നപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, മാസം അവസാനമാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നും ഈ ആൻറ്റിബയോട്ടിക്കാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മാതാവേ എനിക്കിനി മരുന്ന് കഴിക്കാൻ വയ്യ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇത് അമ്മ മാറ്റിത്തരണം, എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഞാനൊന്നും ചോദിച്ചിട്ടില്ല ഇന്ന് വരെ. എനിക്കിത് മാറ്റി തന്നേ പറ്റുള്ളൂ. ഞാനൊരു 3 ദിവസം തൈലം പൂശി പ്രാർത്ഥിച്ചു കവിളിൽ, പിന്നെ ഉപ്പ് ഗാർഗിൾ ചെയ്തു. അങ്ങനെ ഇന്ന് വരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. ആ പല്ലിന് അവിടെ സ്ഥലം വന്നു, എന്തോ മാതാവ് അത് ക്രമീകരിച്ചു. അതിനും മാതാവിന് ഒരുപാട് നന്ദി. പിന്നീട് എൻ്റെ അങ്കിള് മരത്തിൽ നിന്ന് വീണ് സ്പൈനൽ കോഡ് പൊട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, തന്നെ ശരിയായിക്കോളും, വാട്ടർ ബെഡിൽ കിടത്താൻ പറഞ്ഞു. അപ്പം എൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു അങ്കിളാണ്. അപ്പം എനിക്കത് ഭയങ്കര വിഷമമായി. എനിക്ക് കാണാൻ ചെല്ലാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. മിനിമം 6 മന്താണ് ഡോക്ടേഴ്സ് പറഞ്ഞ്. പക്ഷേ 1 മന്തായി കഴിഞ്ഞപ്പം ആളെണീറ്റ് നടക്കാൻ തുടങ്ങി, വണ്ടി ഓടിക്കും, ഇപ്പോൾ പോകാത്ത സ്ഥലങ്ങളില്ല. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ ചേച്ചിക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കുഞ്ഞിന് വളർച്ചയില്ലെന്ന് പറഞ്ഞിരുന്നു. അതിന് ഞാൻ തൈലം പൂശി, എൻ്റെ വയറ്റിൽ തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ വേറൊരു ചേച്ചിക്ക് ഇസ്രായേലിൽ പോകാനുള്ള ക്ലിയറൻസിനും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അവർ ചോദിക്കാതിരിക്കാൻ ഞാൻ ലൈറ്റ് കണ്ടിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവരൊന്നും ചോദിച്ചില്ല. അതുപോലെ യുദ്ധസമയത്ത് സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഒരു കുഴപ്പമില്ലാതെ ചേച്ചി ഇപ്പോൾ സന്തോഷമായിരിക്കുന്നു. അതുപോലെ ഇതിനേക്കാളൊക്കെ ഉപരി എനിക്ക് പറയാനുള്ളത് എൻ്റെ ആത്മീയമായ വളർച്ച തന്നെയാണ്. എന്നെ കാണുന്നവർ ചോദിക്കും ഇത് ഞാനാണോ എന്ന്. കാരണം ലൗകികമായ കാര്യങ്ങളിലൊക്കെ മുഴുകി ജീവിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഉടമ്പടിയാണ് എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചത്. ആദ്യം ഉടമ്പടി എടുത്തപ്പോഴൊക്കെ കുറേ സഹനങ്ങളായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു ഇല്ല ഈശോ ഞാൻ ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല, പക്ഷേ ഈശോ എനിക്ക് എന്തെങ്കിലും നല്ലതിനായിരിക്കും. കാരണം പണ്ട് മുതൽ ഈശോയെ എനിക്കറിയാം, മാതാവിനെ എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷേ കാര്യം കാണുമ്പം പോകും വരും അത്രേ ഉള്ളൂ. പക്ഷേ കൃപാസനമാണ് എനിക്ക്. ബാക്കിയെല്ലാം കുറേ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ എന്നെ ഞാൻ കാണുന്നൊരു ഈശോ എന്നെ ശിക്ഷിക്കുന്ന, പാപം ചെയ്യുമ്പോൾ ശിക്ഷിക്കുന്ന ഒരു ഈശോയാണ്. പക്ഷെ കൃപാസനമാണ് എന്നെ സ്നേഹത്തോടെ കരുണ കാണിക്കാൻ മാത്രം അറിയുന്നൊരു ഈശോ എനിക്ക് കാണിച്ചു തന്നത്. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത്, ഞാൻ ഓരോ വരവിനും 6-4 കെട്ട് പത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുമായിരുന്നു. അക്രൈസ്തവർക്ക്, ബാംഗ്ലൂരാണ് എനിക്ക് ജോലി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ അക്രൈസ്തവരായ ഓട്ടോക്കാർക്കും പള്ളികളിലും ഒക്കെ ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. അതുപോലെ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും അവിടെ പോയി പൊതിച്ചോറ് വിതരണം ചെയ്യുകയും, പിന്നെ ഓട്ടിസം ബാധിച്ച പിള്ളേരെ കാണാൻ പോവുകയും, പിന്നെ എൻ്റെ കൊളീഗ്സിൻ്റെ ഇടയിൽ ക്ലോത്ത്സൊക്കെ കളക്ട് ചെയ്ത് ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എല്ലാത്തിലും സഹനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള കൃപയാണ് എനിക്ക് തന്നത്. പണ്ടൊക്കെ ചെയ്യണം, ഒരാളെ കാണുമ്പോൾ പാവം തോന്നുമായിരുന്നു, പാവപ്പെട്ടവരെ കാണുമ്പോൾ. പക്ഷേ പ്രവൃത്തിയിൽ കാണിക്കാൻ എന്നെ ഉടമ്പടി സഹായിച്ചു, ഈശോയോട് കൂടുതൽ അടുക്കാനും. അതുപോലെ ഒത്തിരിയേറെ ബോധ്യങ്ങൾ. ഞാൻ ഭയങ്കര ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ്, ഭയങ്കര ഇമോഷണലായ ആളാണ്. അപ്പം അച്ഛൻ്റെ ഓരോ ശുശ്രൂഷകൾ ഇരുന്ന് കാണുമ്പോഴും ഞാൻ ഓരോന്ന് നോട്ട് ചെയ്യും, എന്നിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങളായിരിക്കും അച്ഛൻ്റെ പിന്നത്തെ ടോക്കിൽ അച്ഛൻ പറയുന്നത്. അത് പരിശുദ്ധാത്മാവ് വഴി എനിക്ക് തന്ന ഓരോ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ പത്രം വിതരണം ചെയ്യാൻ എനിക്ക് മടികളോ അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. ആദ്യം മുതലേ ഞാൻ ചെയ്യുമായിരുന്നു. എൻ്റെ ചെറിയ ആഗ്രഹങ്ങൾ, ഒരു സാധനം വേണം, ആശയോടൊക്കെ ഞാൻ വെച്ചിട്ടാണ്, ആ പൈസ കൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളവരെ സഹായിച്ചിരുന്നത്. അതുപോലെ 3ാമത്തെ തവണ വന്നപ്പം എനിക്ക് പത്രം വാങ്ങാനും ഇവിടെ വരാനും, ഇവിടെ ബാംഗ്ലൂർ തൊട്ട് ഇവിടെ വരെ വരുന്നാനുള്ളൊരു ചിലവ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലൊന്നും പൈസ ഇല്ല. അപ്പോൾ പപ്പ എനിക്ക് ആകെ വാങ്ങിത്തന്നൊരു മാല ഉണ്ടായിരുന്നു, അത് വിറ്റിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ പപ്പടുത്ത് പറഞ്ഞില്ല,
പറഞ്ഞ് സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് പറയാഞ്ഞ്. അപ്പോൾ പക്ഷേ ഇന്ന് അതിന് ഞാൻ വിഷമിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പപ്പയടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെക്കാട്ടൊക്കെ ഉപരി ഇന്ന് മാതാവ് എൻ്റെ ഇരട്ടി എനിക്ക് ഞാൻ ചോദിച്ചിട്ടില്ല, മാതാവ് ഈശോ എനിക്ക് ഇരട്ടി തരുന്നുണ്ട്. ഇന്ന് വരെ നൽകിയ എല്ലാ നന്മകൾക്കും കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ മരണം വരെ, നിത്യത വരെ ഞങ്ങൾക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നെ അറിയുന്ന എല്ലാവർക്കും നിത്യജീവൻ ലഭിക്കുന്നതിനും മരണം വരെ ഈശോയുടെ സ്നേഹത്തിൽ വളരുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു, എന്നെ ഈ കൃപാസന അൾത്താരയിൽ നിർത്തിയതിന്. എനിക്ക് പറയാനുള്ള സാക്ഷി എന്നാന്ന് വെച്ചാൽ, എൻ്റെ മകളാണ് ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുത്തത്. അവൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാനിവിടെ എൻ്റെ റൂമിൽ തന്നെ ഇരുന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, തിരിവെച്ച് പ്രാർത്ഥിക്കണമെന്നും അറിയില്ല. എന്നാലും മകൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും ഇപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകൻ കാനഡയിൽ പഠിക്കാൻ പോയിരിക്കുകയാണ്, +2 കഴിഞ്ഞിട്ട്. അവനപ്പോൾ ജോലി അവിടെ ഭയങ്കര പാടായിരുന്നു കിട്ടാനായിട്ട്. അങ്ങനെ അവന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും 2 മണിക്കൂർ ദൂരം പോയി ജോലി ചെയ്തിട്ട് വേണമായിരുന്നു അവന് ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ രാത്രി 11 മണിക്ക് അവന് ഷോപ്പ് അടയ്ക്കത്തുള്ളൂ. അപ്പോൾ തിരിച്ച് വരുമ്പോഴേക്കും എല്ലാ ഷോപ്പുകളും അടയ്ക്കുകയും ചെയ്യും. വണ്ടിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവന് വരാനായിട്ട്.